ആദിയും അന്തവും അൽഫയും ഒമേഗയുമായ നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്ന, ദൈവമായിരുന്ന, എന്നാൽ കാലസമ്പൂർണതയിൽ ജഡമെടുത്ത് നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ ആദരവുകളും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. കർത്താവിന്റെ ധന്യമായ നാമത്തിന് ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ കൂടിവരവിലൂടെയും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മളെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചതുപോലെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവനാമത്തിൻ്റെ മഹത്വം എല്ലായിടത്തും എല്ലായ്പ്പോഴും കുറഞ്ഞപക്ഷം നമ്മിലൂടെയെങ്കിലും ഉണ്ടാകണമേ. അതിനുള്ള സമർപ്പണവും പ്രാർത്ഥനയുമാണ്. ആ സമർപ്പണത്തോടും യാചനയോടും കൂടെ നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഒരു ക്ലാസ് മൊത്തം നമ്മളിതുവരെ പഠിച്ചത് ഒന്ന് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഇന്നും നാളെയും കൊണ്ട് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ വെളിപ്പാട് പുസ്തക പഠനം തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അതിനുശേഷം അധികം പേരും ആവശ്യപ്പെട്ടതനുസരിച്ച്, മജോറിറ്റിയുടെ ആവശ്യമനുസരിച്ച് എബ്രായ ലേഖനം നമ്മൾ പഠിക്കണമെന്നാണ് താല്പര്യം. എബ്രായ ലേഖനവും റോമാലേഖനവും പൗലോസിൻ്റെ ലേഖനങ്ങളും, ഇങ്ങനെ 3 ആവശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെട്ടത് എബ്രായ ലേഖന പഠനമായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മുൻപായിട്ട് ഒരു പൊതു ചോദ്യോത്തര വേള പോലെ പൊതുവായ ചില ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒന്ന് പറയാനായിട്ട് ഒരുപക്ഷെ ഒരു ക്ലാസ് അതിനു വേണ്ടി എടുത്തേക്കാം. അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾക്ക് ശേഷം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ചയോടെയോ ബുധനാഴ്ചയോടെയോ നമുക്ക് എബ്രായ ലേഖനം തുടങ്ങാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിന് ശേഷം പറയാമെന്ന് പറഞ്ഞതും ഉണ്ടല്ലോ. അതിലൊരെണ്ണം നിങ്ങളോട് ചോദിച്ചിട്ട് മറുപടി നോട്ട്സിലെങ്ങാനും ഉണ്ടോ? ഇല്ല. ഇല്ല എങ്കിൽ അതും കൂടെ നമുക്ക് എടുക്കാം. അതായത് കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് ചില കാര്യങ്ങളുള്ളത്. എനിക്ക് തോന്നുന്നു ദ ക്രോണോളജി ഓഫ് ദ ഫ്യൂച്ചർ ഈവൻസ്, അത് നമ്മൾ നോക്കിയിരുന്നുവെന്നാണ് എൻ്റെ ചിന്ത. ഇല്ലെങ്കിൽ നമുക്ക് അതും കൂടെ നോക്കേണ്ടി വരും കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട്. കാരണം ഈ വെളിപ്പാട് പുസ്തകം നാം തുടങ്ങുന്നതിന് മുമ്പ് പലരും ആവശ്യപ്പെട്ടത് കർത്താവായ യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പഠിക്കണമെന്നായിരുന്നു. അത് ഈ കൂട്ടത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം എടുത്തത്. ആ ഭാഗങ്ങളെല്ലാം നമ്മൾ സ്പർശിക്കാതെ പോയി എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന് ശേഷം എബ്രായ ലേഖനത്തിൻ്റെ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ആ കാര്യങ്ങളും കൂടെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതും നിങ്ങളൊന്നും കൂടെ നോക്കി എന്നെ അറിയിക്കുന്നെങ്കിൽ നമുക്ക് ആ വിട്ടുപോയ ഭാഗങ്ങൾ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുള്ളത് പഠിക്കാം. സ്തോത്രം. നമുക്കിപ്പോൾ വെളിപ്പാട് പുസ്തകം 22-ന്റെ 18-19 വാക്യങ്ങളായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഒന്നും കൂടെ വായിക്കാം. നമ്മൾ അവിടെ ഇന്ന് നിൽക്കുന്നില്ല. ഒന്നും കൂടെ അത് വായിച്ച് മുൻപോട്ട് പോകാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ
ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഈ വാക്യങ്ങളിലാണല്ലോ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ കർത്താവ് നമുക്ക് തരുന്ന ഒരു വാണി നാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ നമ്മൾ ഈ 22-ാമത്തെ അധ്യായത്തിൻ്റെ 6-ന് ശേഷമുള്ള വാക്യങ്ങളിൽ കാണുന്ന നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും പിന്നെ ഈ മുന്നറിയിപ്പുകളെക്കുറിച്ചും വാഗ്ദത്തങ്ങളെക്കുറിച്ചുമൊക്കെ കാണുകയുണ്ടായി. വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുത്ത വാക്യത്തിലും നാം ചിന്തിക്കാൻ പോകുന്ന കാര്യം, ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ളത്. സ്തോത്രം. നമ്മൾ ആ ഭാഗങ്ങൾ നേരത്തെ കണ്ടതാണ്, അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പം കൂടാതെ പ്രതിഫലത്തിന്റെ വാഗ്ദത്തവും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രതിഫലത്തിന്റെ വാഗ്ദത്തവും കർത്താവ് പറയുന്നുണ്ട്, ഓരോരുത്തരും പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഉണ്ട് എന്ന ആ വാഗ്ദത്തവും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പം നമുക്കവിടെ പ്രോമിസസ്, പ്രത്യേകിച്ച് 6 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ നേരത്തെ തന്നെ അത് കണ്ടിട്ടുണ്ട്. ഒന്നാമത്തേത് വാഗ്ദത്തം. അവിടെ പ്രധാനമായിട്ടും കർത്താവിൻ്റെ വരവിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചാണ്. അതിൽ 21-ാമത്തെ 20-ഉം 21-ഉം വാക്യങ്ങളിലായിട്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ അത് കാണുന്നു. നാം അന്ന് കണ്ടത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുന്നത് ഐ കം ക്വിക്കലി, ഞാൻ വേഗം വരുന്നു എന്നാണ്. സ്തോത്രം. 22-ന്റെ 6-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഇനി നോക്കാൻ പോകുന്ന 20-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു വേഗം വരുന്നെന്ന് മാത്രമല്ല, സ്തോത്രം, ഷുവർലി, നിശ്ചയമായും ഞാൻ വരുന്നുവെന്നാണ്. സ്തോത്രം. സ്തോത്രം. ഷുവർലി, നിശ്ചയമായും കർത്താവ് വരുന്നു. മൂന്നാമതായി നമ്മൾ കാണുന്ന വാഗ്ദത്തമാണ് പ്രതിഫലം ഓരോരുത്തരും കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ 3 വാഗ്ദത്തങ്ങളാണ് 6 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. ഒന്നും കൂടെ അടുത്ത ഭാഗത്ത് 20-21 വാക്യങ്ങൾ അത് കാണുന്നുണ്ട്. വിശദീകരിക്കുന്നതിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ ആ ഭാഗത്ത് കാണുന്നതാണ് ഒരു കൽപ്പന, കമാൻഡ്മെന്റ്. അതും നമ്മൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കണ്ടു. ഈ പുസ്തകത്തിന് അല്ലെങ്കിൽ ഈ പ്രവചനത്തിന് മുദ്രയിടരുത്, ഡോണ്ട് സീൽ. അത് കൽപ്പനയാണ്, കൽപ്പനയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന, കർത്താവ് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന, പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളായിരുന്നു. സ്തോത്രം. കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തി. അൽഫ, ഒമേഗ, ആദ്യം, അന്ത്യൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതും നമ്മളെ ഭാഗത്ത് കാണുകയുണ്ടായി. പിന്നെ നമ്മൾ കണ്ടത് ഇൻവിറ്റേഷൻ, ക്ഷണമായിരുന്നു. അതും നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ കണ്ടു. സ്തോത്രം. സഭയും ആത്മാവും വരികയെന്ന് പറയുന്നു, കേൾക്കുന്നവനും വരികയെന്ന് പറയട്ടെ. അതിനുശേഷം കർത്താവിൻ്റെ ക്ഷണം നമ്മൾ കണ്ടു. സ്തോത്രം. ദാഹിക്കുന്ന ഏവനും വരട്ടെ, സൗജന്യമായി ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കട്ടെ എന്ന ക്ഷണമാണ് നാം കണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 18-19 വാക്യങ്ങൾ വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. സ്തോത്രം. അതിനെക്കുറിച്ചും നമ്മൾ കണ്ടു. ദൈവവചനത്തിൽ നിന്ന് ഒന്നും മാറ്റരുത്, ഓൾട്ടർ ചെയ്യരുത്. സ്തോത്രം.
അമെൻമെന്റ്സ് ഒന്നും ചെയ്യരുത്. ദൈവവചനത്തിൽ ഒന്നും തിരുത്താനായിട്ടില്ല. പഴയ നിയമം ഇന്ന് നമുക്ക് പാലിക്കേണ്ടതില്ല. കാരണം അത് ക്രിസ്തു നിവർത്തിച്ചു. അതിലുള്ള കൽപ്പനകൾ, ന്യായപ്രമാണം അത് ക്രിസ്തു നിവർത്തിച്ചു, നീക്കിയില്ല, നിവർത്തിച്ചു. അതുകൊണ്ട് നമുക്ക് ഇന്ന് അതനുസരിക്കേണ്ട ബാധ്യതയില്ല. എന്നാൽ പഴയ നിയമത്തിൽ ഇന്നും വാഗ്ദത്തങ്ങൾ ശേഷിക്കുന്നുണ്ട്. വാഗ്ദത്തങ്ങൾ പ്രത്യേകിച്ച് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട്, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട്. സ്തോത്രം. ആ വാഗ്ദത്തങ്ങൾ ഇനിയും നിറവേറാനിരിക്കുന്നതേയുള്ളൂ. ആ വാഗ്ദത്തങ്ങളുടെ നിറവേറലിന് വേണ്ടി നമ്മൾ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. പഴയ പുതിയ നിയമങ്ങൾ മുഴുവനും ദൈവശ്വാസീയമായ ദൈവവചനമാണ്. സ്തോത്രം. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ദൈവശ്വാസീയമായ ദൈവവചനമാണ്. നാം വിശ്വസിക്കുന്നത് അക്ഷരീയമായും അത് ദൈവശ്വാസീയം ആണെന്നാണ്. അത് ദൈവശ്വാസീയമാകയാൽ ഒരിക്കലും നീങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിൽ യേശു കർത്താവ് തന്നെ മത്തായി 5-ാം അധ്യായത്തിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മ കാണും. നമ്മൾ ഗിരിപ്രഭാഷണ സമയത്ത് പഠിച്ചിരുന്നു. സ്തോത്രം. എന്താ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയും. സ്തോത്രം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ യേശു കർത്താവ് തന്നെയാണ് മത്തായി 5-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകത്തില്ല. അതായത് പഴയ നിയമത്തിൻ്റെ നിവർത്തീകരണം എന്നാണ് അവിടെ കാണാൻ സാധിക്കുക. അത് പലതും കർത്താവ് ചെയ്തു തീർത്തു. ക്രിസ്തുവിൽ പലതും നിവൃത്തിയായി. ഇപ്പൊ ക്രിസ്തുവിൽ നിവൃത്തിയായതുണ്ട്, ഇസ്രായേലിൽ നിവൃത്തിയായതുണ്ട്, പ്രകൃതിയിൽ നിവൃത്തിയായതുണ്ട്, ഭൂമിയിൽ നിവൃത്തിയായതുണ്ട്, സൗരയൂഥത്തിൽ നിവൃത്തിയായതുണ്ട്, മനുഷ്യന്റെ പ്രകൃതത്തിൽ നിവൃത്തിയായതുണ്ട്. ഇങ്ങനെ പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞ പലതും നിവൃത്തിയായി. ഇനിയും നിവർത്തിക്കപ്പെടുവാൻ ബാക്കിയുണ്ട് താനും. ഈ പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തുവുമായി ബന്ധത്തിൽ നിവർത്തിക്കപ്പെടാനുള്ള വചനങ്ങളുണ്ട്. ഭൂമിയോടുള്ള ബന്ധത്തിൽ, ആകാശത്തോടുള്ള ബന്ധത്തിൽ, സമുദ്രങ്ങളോടുള്ള ബന്ധത്തിൽ, സൃഷ്ടികളോടുള്ള ബന്ധത്തിൽ ഒക്കെ ഇനിയും നിവർത്തിക്കപ്പെടുവാൻ ബാക്കി പലതുമുണ്ട്. എതിർ ക്രിസ്തു, സാത്താൻ, ഇസ്രായേൽ ജനത, ഇസ്രായേൽ രാഷ്ട്രം, യെരൂശലേം എന്ന നഗരം, യെരൂശലേം ദേവാലയം തുടങ്ങി പലതിനോടനുബന്ധിച്ചും ഇനിയും പഴയ നിയമ പ്രവചനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ അഥവാ പ്രഖ്യാപനങ്ങൾ, പഴയ നിയമ പ്രഖ്യാപനങ്ങൾ നിറവേറുവാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് നാം ഈ പുസ്തകം പഴയതും പുതിയതും അടങ്ങിയതിനെ വേദപുസ്തകമായി, ദൈവവചനമായി സ്വീകരിച്ച് വിശ്വസിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലെ പ്രവചനങ്ങൾ നിറവേറുന്നതിനനുസരിച്ച് ഇസ്രായേലിനോടും ജാതികളോടും മനുഷ്യരോടും പിശാചിനോടും ദൂതന്മാരോടും ഭൂതങ്ങളോടും മറ്റ് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളോടുമൊക്കെയുള്ള ബന്ധത്തിലെ പ്രവചനങ്ങളും താനെ നിറവേറിക്കോളും. സ്തോത്രം. അതിനോടൊന്നിനോടും യാതൊന്നും കൂട്ടുവാനോ
കുറയ്ക്കുവാനോ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. അതിന് കാരണം നമ്മൾ ഇന്നലെ കണ്ടു. അതിൽ വല്ല അമെൻമെന്റ്സും നടത്തണമെങ്കിൽ നമ്മൾ ദൈവത്തെക്കാൾ വലിയവരായിരിക്കണം, ദൈവത്തെക്കാൾ ജ്ഞാനികളായിരിക്കണം, ദൈവത്തെക്കാൾ ബുദ്ധിയുള്ളവരായിരിക്കണം, അധികാരമുള്ളവരായിരിക്കണം. എന്നാൽ ഇതിലൊന്നിലും നമ്മളാരും ദൈവത്തെക്കാൾ എന്ന് പോയിട്ട് ദൈവത്തോളം പോലും വരില്ല എന്നതിനാൽ ദൈവത്തിൻ്റെ വചനത്തെ മാറ്റുവാൻ, ഏതെങ്കിലും തരത്തിൽ അതിനെ തിരുത്തുവാൻ ഒരു സൃഷ്ടിക്കും അനുവാദം ഇല്ല. ഒരു സൃഷ്ടിക്കും അനുവാദം ഇല്ല. പഴയ നിയമത്തിലെ ചില രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു, നിങ്ങളിപ്പം വേറെ ഒരു യാഗപീഠമൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്ക, പിന്നെ താമ്ര യാഗപീഠത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ചിന്തിച്ചോളാമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ രാജാക്കന്മാരൊക്കെ ഉണ്ട്. സ്തോത്രം. ഇന്നും നമുക്കിടയിലും ഒരുപക്ഷെ പ്രസംഗകരുമൊക്കെ അങ്ങനെയുള്ളവരുണ്ടാകാം. പക്ഷേ നാം ഇവിടെ കാണുന്ന താക്കീത് പൂർണ്ണമായും അനുസരിക്കുന്നവരാകണം. ദൈവ വചനത്തോട് നാം ഒന്നും അമൻഡ് ചെയ്യാൻ പോകരുത്. ദൈവവചനം അമൻഡ് ചെയ്യാൻ, ദൈവവചനം തിരുത്താൻ പോകരുത്. നമ്മുടെയൊക്കെ സഭകളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ജനറൽ ബോഡി മീറ്റിങ്ങുകൾ ഉണ്ടാകാറുണ്ട്. ചിലയിടത്തൊക്കെ 6 മാസത്തിൽ ഒരിക്കലുണ്ട്. ഇനി വേണ്ട, അത് ഓർമ്മയില്ലെങ്കിൽ നമ്മുടെയൊക്കെ യുവജന യോഗങ്ങൾ മാസത്തിൽ 1 or 2 ഒക്കെ നടക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ ആഴ്ചയും നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാനൊക്കെ നാട്ടിലുള്ള സമയത്ത് ഞങ്ങളൊക്കെ ചർച്ചിൽ എല്ലാ ശനിയാഴ്ച തോറുമായിരുന്നു യൂത്ത് മീറ്റിംഗ്. അതിന് ഓരോ സംഘടനയ്ക്കനുസരിച്ചും വ്യത്യസ്ത പേരുകളാണ്. YPE, CA, YPCA, ഇങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. അതിന് എന്തു ആയിക്കോട്ടെ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ യൂത്ത് മീറ്റിംഗ്സ്, നമ്മുടെ യുവജന മീറ്റിങ്ങുകൾ. അതിലും റിപ്പോർട്ട് വായന എന്നൊരു സാധനമുണ്ട്. റിപ്പോർട്ട് വായന നമ്മുടെ ജനറൽ ബോഡികളിലുണ്ട്, കമ്മിറ്റി മീറ്റിങ്ങുകളിലുണ്ട്, നമ്മുടെ സാധാരണ യുവജന മീറ്റിങ്ങുകളിലും റിപ്പോർട്ട് റീഡിംഗ് ഉണ്ട്. സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചിട്ട് അത് അധ്യക്ഷനെ ഏൽപ്പിക്കും. അധ്യക്ഷൻ പറയും, നിങ്ങൾ റിപ്പോർട്ട് വായിച്ച് കേട്ടല്ലോ, എന്തെങ്കിലും തിരുത്തലുകളോ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാനും നീക്കാനുണ്ടെങ്കിൽ നീക്കാനും, അതാണ് തിരുത്തലുകൾ. വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഒരാൾക്ക് പാസ്സാക്കാം, മറ്റൊരാൾക്ക് സെക്കൻഡ് ചെയ്യാം എന്നൊക്കെ നമ്മുടെ ഇടയിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ചില അമെൻമെന്റ്സ് വരും. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയും, കഴിഞ്ഞ ആഴ്ച ഇന്ന പ്രോഗ്രാം നടത്തിയത് ഇന്നാളല്ലായിരുന്നല്ലോ, അന്ന് നമ്മളിങ്ങനെ തീരുമാനിച്ചെങ്കിലും അത് പിന്നീട് തിരുത്തിയല്ലോ. അപ്പം എഴുതിയ സെക്രട്ടറിക്ക് തെറ്റാണ്. പക്ഷേ അങ്ങനെ നമ്മുടെ ഇടയിലെ ഒരു തെറ്റിപ്പോകാമാവുന്ന, തെറ്റ് സംഭവിക്കാമാവുന്ന, ഫാലിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എഴുതിയ റിപ്പോർട്ട് പോലെ അല്ല, സ്തോത്രം, ഇൻഫാലിബിൾ ആയ ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അതുകൊണ്ട് അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും അനുവാദം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ദൈവവചനത്തെക്കുറിച്ച് പറയുമായിരുന്ന 4-5 പദങ്ങൾ ഓർമ്മയുണ്ടോ? ഇപ്പൊ കുറച്ച് നാളായി നമ്മൾ പറഞ്ഞിട്ട്. ദൈവവചനം നശിച്ചുകൂടാത്തത്, രക്ഷയ്ക്ക് പര്യാപ്തം, പിൻപം 2 തെറ്റിക്കൂടാത്തത്, അതെ, അനുസരിക്കാൻ പര്യാപ്തമായത്, ഓക്കെ, വിശ്വസനീയം, പ്രൈസ് ഗോഡ്, വെരി ഗുഡ്, ദൈവശ്വാസീയം.
ആ, സ്തോത്രം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ദ ഇൻസ്പിരേഷൻ, ദൈവശ്വാസീയമായ ദൈവവചനം. ഇന്നറൻസി ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ഇറ്റ് ഈസ് ഇന്നറന്റ്, തെറ്റിക്കൂടാത്തത് അഥവാ അപ്രമാദിത്വമുള്ളത്. സ്തോത്രം. അതുപോലെ ഇൻഫാലിബിൾ, മാറ്റമില്ലാത്തത്. ഇമ്മ്യൂട്ടബിൾ, നശ്വരമല്ലാത്തത്. സ്തോത്രം. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആക്യുറസി ഓഫ് ദ ബൈബിൾ, കൃത്യതയാർന്നത്. അതോറിറ്റി ഓഫ് ദ ബൈബിൾ, പരമാധികാര്യം ആയ ദൈവത്തിന്റെ വചനം. സഫീഷ്യൻസി ഓഫ് ദ ബൈബിൾ, ദൈവവചനം പര്യാപ്തമാണ്, അതിന് പുറത്തുനിന്ന് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. സ്തോത്രം. വചനത്തിന്റെ പര്യാപ്തത. അപ്പോൾ ഇതെല്ലാം നാം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഓർക്കണം. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ 3 തലങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ തന്നെ ആ വാക്യങ്ങൾ അങ്ങനെ സ്വീകരിക്കാം. 2, ബൈബിളിലെ 66 പുസ്തകങ്ങളോടുമുള്ള ബന്ധത്തിൽ നമുക്കത് അങ്ങനെ തന്നെ സ്വീകരിക്കാം. 3, നമ്മൾ ഇന്നലെ കണ്ടത്, അതിനോട് ഈ ബൈബിൾ കാനോൻ, വേദപുസ്തകത്തിന്റെ സമഗ്രത, സ്തോത്രം, അതിനോട് വേറെ ഒന്നും കൂട്ടിച്ചേർക്കരുത്. ഇതിൽ നിന്ന് ചില പുസ്തകങ്ങൾ വേണ്ടെന്നും പറഞ്ഞ് മാറ്റരുത്. ചിലരൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ സങ്കീർത്തനം നമുക്ക് വേണ്ട, പഴയ നിയമം നമുക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവരെ നിങ്ങൾക്കറിയാം. പരസ്യവേദിയായതുകൊണ്ട് ഞാൻ പേര് പറയുന്നതിൽ തെറ്റില്ലെങ്കിൽ കൂടെ നമ്മുടെ മര്യാദ വെച്ച് അത് പറയുന്നില്ല. കാരണം ഇങ്ങനെയുള്ളവരെ, ദുരുപദേശക്കാരെ പേരെടുത്ത് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനം മനസ്സിലാക്കണം. സ്തോത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ന പുസ്തകങ്ങൾ വേണ്ടെന്ന് പറയുന്നവരെ നമുക്കറിയാം. ഏറ്റവും ആദ്യം അങ്ങനെയുള്ള ഒരാളിനെ ഞാൻ കണ്ടത്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 1994-95 ഞാൻ UP-യിൽ ആഗ്രായിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ജബൽപൂരിലോ മറ്റോ ഉള്ള ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. മലയാളി അല്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു പുതിയ ബൈബിൾ അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ബൈബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ 94 ഓർത്തോണം, 94-95 പറഞ്ഞു, ഇത്രയും വലിയ പുസ്തകമൊന്നും വായിക്കാൻ ഇപ്പോൾ ആൾക്കാർക്ക് നേരമില്ല ഉപദേശി. അതുകൊണ്ട് ഇന്നത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് വായിക്കത്തക്കതുപോലെ അത്യാവശ്യം വേണ്ട പുസ്തകങ്ങൾ മാത്രം ഒന്ന് ക്രോഡീകരിച്ച് ഞങ്ങളൊരു പുതിയ ബൈബിൾ എഡിറ്റ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു. എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളാണ്. എനിക്ക് ഇതിലൊന്നും വലിയ ഗ്രാഹ്യങ്ങളില്ലെങ്കിലും ആ പറഞ്ഞത് തെറ്റായിട്ട് എനിക്ക് തോന്നി. അന്നറിയാവുന്നത് പോലെയൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു ആശയം കേൾക്കുന്നത്. അപ്പോൾ ബൈബിളിലെ പല പുസ്തകങ്ങളും വേണ്ടെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാർ, അതിൽ ഒന്നാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, ഇന്നലെയാണെന്നൊന്നുമില്ല പറഞ്ഞത്, ഫിലേമോന് ശേഷമുള്ള ലേഖനങ്ങളൊന്നും നമുക്കുള്ളതല്ല, ക്രിസ്തീയ സഭയ്ക്കുള്ളതല്ലെന്ന്. അതുകൊണ്ട് അതൊന്നും നമുക്ക് ബാധകമേ അല്ലത്രേ എന്ന് പഠിപ്പിക്കുന്ന അഭ്യസ്തവിദ്യരായ മനുഷ്യരുണ്ട്. ഇതിൻ്റെയൊക്കെ ഇറക്ക് പലതും ഉണ്ടാകുന്നത് അമേരിക്കയെന്നും മീൻസ് പാശ്ചാത്യ ലോകത്തിൽ നിന്ന്. സായിപ്പന്മാർ എന്തെങ്കിലുമൊക്കെ പടച്ചു വിടും, അത് അങ്ങനെ എടുത്ത് ഛർദ്ദിക്കാൻ നമ്മുടെ കുറേ ആൾക്കാരുമുണ്ട്. ഗേറ്റ് മിനിസ്ട്രി എന്നും പറഞ്ഞൊരു സംഘമാണിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതായത് എബ്രായ ലേഖനം മുതൽക്ക്
വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമുക്കുള്ളതല്ല, സഭയ്ക്കുള്ളതല്ല. ഫിലേമോനുള്ള ലേഖനം വരെയേ ഉള്ളൂ നമുക്ക്. അപ്പോസ്തലപ്രവൃത്തികൾ 9 തൊട്ട് 9-ാം അധ്യായം മുതൽ ഫിലേമോനുള്ള ലേഖനം വരെ മാത്രമേ ദൈവസഭയ്ക്കുള്ളത് ഉള്ളൂ. സഭയെ തന്നെ പുള്ളി പലതായിട്ട് വിഭജിച്ചാണ് പഠിപ്പിക്കാറ്. ഇങ്ങനെയുള്ള ദുരുപദേശക്കാർക്കെതിരെ യേശു കർത്താവിൻ്റെ നേരിട്ടുള്ള കൽപ്പനയാണിത്. സ്തോത്രം. ഇതിൽ നിന്നൊന്നും മാറ്റാനും ഇതിൽ നിന്ന് ഒന്നും തിരുത്താനും ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനും ആർക്കും അനുവാദമില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവർ ദൈവത്തെക്കാൾ ജ്ഞാനവും ബലവും അധികാരവും ഒക്കെ ഏറിയവരാണെന്ന് തെളിയിക്കുക. എങ്കിൽ അത് സ്വീകരിക്കുവാൻ നമ്മളും തയ്യാറാകാം. സ്തോത്രം. അപ്പോൾ അതാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം എന്ന് നമ്മൾ കണ്ടുവല്ലോ. സ്തോത്രം. അത് ഈ ദൈവവചന ഭാഗങ്ങളുടെ വ്യാഖ്യാനത്തിൽ പോലും ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം വെളിപ്പാട് പുസ്തകത്തെ തന്നെ പല നിലകളിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതിലൊരു കൂട്ടരാണ് പ്രീറ്ററിസ്റ്റ് വ്യൂ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടർ. പ്രീറ്ററിസ്റ്റ് വ്യൂ, പ്രീറ്ററിസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നടന്നു കഴിഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം സംഭവിച്ചു തീർന്നു എന്ന് പറയുന്ന, മുൻപ് നടന്ന കാര്യങ്ങളുടെ ഒരു ചരിത്രാവലോകനം മാത്രമാണിതെന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയഗതിക്കാർ. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് വരും എന്ന് പറയുന്നത് പോലും ഭാവിപരമല്ലത്രേ. കർത്താവ് വന്നു കഴിഞ്ഞു. അവർ പറയുന്നത് AD 70 ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവ് വന്നു. പിന്നെ ഓരോ വ്യക്തിയും രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ യേശു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യേശു ഒത്തിരി പ്രാവശ്യം വരികയും പോവുകയും ചെയ്യുന്നുണ്ടത്രേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വെളിപ്പാട് പുസ്തകം യാതൊരു തരത്തിലും ഒരു ചരിത്ര പുസ്തകത്തിനപ്പുറത്തല്ല. വ്യാഖ്യാനം പോലും തെറ്റരുത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് എന്നെ പോലെയുള്ളവർ പറയുന്നത് അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ തെറ്റാണെന്ന്. നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നടമാടുന്ന വ്യാഖ്യാന രീതി അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. അലിഗോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ മലയാള പദം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വേദഭാഗം എടുത്ത് അവിടെ ഇല്ലാത്ത അർത്ഥം ഉണ്ടെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനങ്ങൾ, അതാണ് അലിഗോറി. ആ അർത്ഥമല്ല ദൈവമോ ഇത് എഴുതിയ എഴുത്തുകാരനോ ഉദ്ദേശിച്ചത്. അതിന് നല്ല ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നല്ല ശമരിയക്കാരന്റെ കഥ. നല്ല ശമരിയക്കാരൻ ആരാ? നല്ല ശമരിയക്കാരൻ. ഹു ഈസ് ഗുഡ് സാമരിറ്റൻ? നമ്മുടെ ഇടയിലെ പ്രധാന കൺവെൻഷൻ പ്രസംഗങ്ങളിൽ പോലും പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് നല്ല ശമരിയക്കാരൻ യേശു ആണെന്ന്, അല്ലെ? പക്ഷെ യേശു ആണോ? അല്ല. അവിടെ ചില വ്യാഖ്യാതാക്കൾ ഭയങ്കര രസകരമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയത് പിന്മാറ്റം, കള്ളന്മാർ ആക്രമിച്ചത് സാത്താന്റെ ആക്രമണം. കാരണം എന്താ? യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയി.
പിന്നെ പുരോഹിതൻ, ലേവ്യൻ ഇവരൊക്കെ വന്നു. നമ്മൾ ഈ ലേവ്യനെയും പുരോഹിതനെയും ഒക്കെ അച്ചന്മാരും മെത്രാന്മാരും സമുദായക്കാരുമായിട്ട് വ്യാഖ്യാനിക്കും. പിന്നെയാണ് ഒരു ശമരിയക്കാരൻ വന്നത്. ആ ശമരിയക്കാരൻ യേശു ആയിരുന്നു. നമ്മുടെ വ്യാഖ്യാനം പോകുന്നതാ. അവൻ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി, അല്ലേ? എണ്ണയും വീഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, വീഞ്ഞ് ചുമന്നതായതുകൊണ്ട് യേശുവിന്റെ രക്തത്തെയും നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ചു. പിന്നെ അവന്റെ വാഹനമൃഗത്തിൽ കയറ്റി കഴുതയ്ക്ക് 4 കാല്. ഈ 4 കാല് 4 സുവിശേഷമാണെന്ന് പറയും. ഇനി അതിലേതാ മത്തായി എന്നറിയത്തില്ല. ഈ 4 ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഉണ്ടല്ലോ ഓരോന്ന്, അറിയില്ല. ഇപ്പം ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ 4 കാല്, ഇനിയിപ്പോൾ അതിൻ്റെ വാല് എന്തായിട്ടായിരിക്കും വ്യാഖ്യാനിക്കുന്നത്? അപ്പം ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ. എന്നിട്ട് ഇവനെ പൊക്കിയെടുത്ത് സത്രത്തിൽ കൊണ്ടുപോയി വഴിയമ്പലത്തിലാക്കി. വഴിയമ്പലം സഭ, പെന്തക്കോസ്ത് സഭ, വേറെ സഭയൊന്നുമല്ല, പെന്തക്കോസ്ത് സഭ. വഴിയമ്പലത്തിലെ അവിടുത്തെ വഴിയമ്പലക്കാരൻ, അത് സഭയിലെ പാസ്റ്റർ. എന്നിട്ട് ഈ നല്ല ശമരിയക്കാരൻ 2 കാശ് കൊടുത്തു, പഴയ നിയമം പുതിയ നിയമം. എന്നിട്ട് പറഞ്ഞു, ഇതിൽ കൂടുതൽ വല്ലതും ചെലവിട്ടാൻ ഞാൻ തിരിച്ചു വരുമ്പം തരാമെന്ന്. എന്ന് വെച്ചാൽ പഴയ നിയമം പുതിയ നിയമം മാത്രം മതിയെന്ന്. കേൾക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നും. ഒരു നല്ല സുവിശേഷ പ്രസംഗത്തിന്റെ ഒരു കാര്യമൊക്കെ അവിടെ കിട്ടും. സമുദായക്കാരോട് പറയാനൊക്കെ നമുക്ക് പറ്റിയതാ, അവിടെ പുരോഹിതനും ലേവ്യനും ഒക്കെ ഉള്ളത് കൊണ്ട്. പക്ഷേ അതാണോ അവിടുത്തെ അർത്ഥം? അല്ല, അങ്ങനെ ഒരു അർത്ഥമേ അവിടെ ഇല്ല. അവിടുത്തെ നല്ല ശമരിയക്കാരൻ ആരാ? നമ്മൾ ഓരോരുത്തരും ആയിരിക്കണമെന്നാ കർത്താവ് പറഞ്ഞേ. എൻ്റെ അയൽക്കാരൻ ആര് എന്ന ചോദ്യത്തിന് യേശു കൊടുത്ത ഉത്തരമാണത്. ഈ കഥ പറഞ്ഞിട്ട് കർത്താവ് അവനോട് ചോദിച്ചു, നീ പറ, ആ മുറിവേറ്റി കിടന്ന മനുഷ്യന് ആരാണ് നല്ല അയൽക്കാരനായി തീർന്നത്? അപ്പം പറഞ്ഞു, അവനെ ശുശ്രൂഷിച്ചവൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അതാണ് അതിനകത്തിലെ സന്ദേശം. പക്ഷെ നമ്മുടെ ആൾക്കാർ അത് പറയത്തതേയില്ല. ഇങ്ങനെയുള്ള വ്യാഖ്യാനത്തിന്റെ പേരാണ് അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻസ്. അവിടെ ദൈവം ഉദ്ദേശിച്ച അർത്ഥം കേൾവിക്കാരോളം എത്തുന്നില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും തെറ്റാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾക്കെതിരെയും കൂടെയാണ് വെളിപ്പാട് 22-ന്റെ 18-ഉം 19-ഉം വാക്യങ്ങളിലെ താക്കീത്. സ്തോത്രം. ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക വൈകാരിക സുഖം തോന്നും എന്നുള്ളത് ശരിയാ. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മൾ വളരെ ദൂരെയാണപ്പോൾ, വളരെ ദൂരെയാണ്. സുവിശേഷം പറയാൻ, ഈ സുവിശേഷ സന്ദേശം പറയാൻ നമുക്ക് വേറെ ഒത്തിരി വാക്യങ്ങളുണ്ടല്ലോ, അതെടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ ആ അർത്ഥമില്ലെന്നേ ഉള്ളൂ. നമ്മൾ സുവിശേഷം പറയണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം, ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള രക്ഷ, ഇതെല്ലാം നമുക്ക് പറയണം. അത് പ്രസംഗിച്ചേ പറ്റൂ, ഒരു വിട്ടുവീഴ്ചയും വേണ്ട അതില്. പക്ഷെ ഈ വാക്യങ്ങളിൽ നിന്നല്ല എന്ന് മാത്രം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ
രണ്ട് വാക്യങ്ങളിലെ വെളിപ്പാട് 22-ന്റെ 18-19 വാക്യങ്ങളിലെ താക്കീതിന്റെ അർത്ഥം ഒന്നും കൂടെ പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ആ വാക്യം പ്രധാനമായും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. രണ്ട്, അതോടൊപ്പം നമുക്ക് മൊത്തം ബൈബിളിലെ സന്ദേശത്തിന് വേണ്ടിയും ആ വാക്യങ്ങൾ സ്വീകരിക്കാം. സഹായകമായ വാക്യങ്ങൾ നമ്മൾ ആവർത്തന പുസ്തകം മുതൽക്ക് ഇങ്ങോട്ട് പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു കേട്ടു. പുതിയ നിയമത്തിലും പൗലോസ് പറഞ്ഞത് ഇന്നലെ ഫിലിപ്പി ലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. മൂന്നാമത്തെ അർത്ഥം മൊത്തം ബൈബിളിന്റെ പുസ്തകങ്ങളും അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകളും. സ്തോത്രം. ഇന്നും ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. വെളിപ്പാടുകൾ ഒക്കെ തീർന്നു എന്ന് ബ്രദറൻകാരോ ബാപ്റ്റിസ്റ്റുകാരോ പറയുന്നത് പോലെയല്ല നമ്മൾ പറയുന്നത്. ദൈവം ഇന്നും നമ്മോട് സംസാരിക്കും. വെളിപ്പാടുകൾ തരാം, ദർശനങ്ങൾ തരാം, പ്രവചനങ്ങൾ നമുക്ക് ലഭിക്കാം, നമ്മോട് പ്രവചിക്കാം, നമ്മൾ പ്രവചിക്കാം. ഇതെല്ലാം ഇന്നുമുണ്ട്. പരിശുദ്ധാത്മാവ് സഭയോടൊപ്പം ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ ശുശ്രൂഷകളൊക്കെ ഉണ്ടാകും. എന്നാൽ അപ്പോസ്തലന്മാർക്കോ പഴയ നിയമ പ്രവാചകന്മാർക്കോ ഉണ്ടായതുപോലെയുള്ള ഒരു വെളിപ്പാട് ദൈവശ്വാസീയമായ ദൈവവചനമായി ഇതിനോട് കൂട്ടിച്ചേർക്കാനോ ഇതിന് പകരം വയ്ക്കാനോ കഴിയുന്ന ഒരു വെളിപ്പാട് ഇന്ന് കർത്താവ് നൽകുന്നില്ല. സ്തോത്രം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ സഭക്കാർ പറയുന്നത് ബൈബിൾ നമുക്ക് പൂർണ്ണമായി കിട്ടിയതോടുകൂടെ വെളിപ്പാടും ദർശനവും പ്രവചനവും എല്ലാം നിന്നുപോയി എന്നാണ്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളായി പ്രവചനവും വെളിപ്പാടും വ്യാഖ്യാനവും അന്യഭാഷാ ഭാഷണവും പരിശുദ്ധാത്മ നിറവും എല്ലാം ഇന്നും ഉണ്ട്. 1-ാം നൂറ്റാണ്ടിലേതുപോലെ തന്നെ ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ അത്രയും ഇന്ന് നമ്മൾ പ്രായോഗിക തലത്തിൽ പലയിടത്തും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് സഭയുടെ പോരായ്മയാണ്. അതിൽ നിന്ന് നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ പോലെ നമ്മുടെയും ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അതിന് നമ്മൾ സമർപ്പിതരാകണം. അതിന് നമ്മൾ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളൊക്കെ ഇന്നുമുണ്ട്. അതൊക്കെ നമ്മൾ പ്രാപിക്കേണ്ടവരുമാണ്. അതിനുവേണ്ടി വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു കൊള്ളണം. സ്തോത്രം. എന്നാൽ രണ്ടാം ഭാഗം, അപ്പോസ്തലന്മാർക്ക് എനിക്ക് വെളിപ്പാടിനാൽ ഒരു മർമ്മം വെളിവായി വന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ ഉള്ള ഒരു വെളിപ്പാട് ഇന്നത്തെ സഭാ നേതാക്കന്മാർക്കോ സോക്കോൾഡ് പ്രവാചകന്മാർക്കോ സോക്കോൾഡ് അപ്പോസ്തലന്മാർക്കോ ഒന്നും ഉണ്ടാവുന്നില്ല. ദൈവം നൽകുന്നില്ല. ആ വെളിപ്പാടുകളുടെ അങ്ങനെയുള്ള ദൈവശ്വാസീയമായ തിരുവെഴുത്തുകളോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലെ വെളിപ്പാടുകളുടെ കാലം 1-ാം നൂറ്റാണ്ടോടുകൂടെ കഴിഞ്ഞു എന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥമായി നാം എടുക്കുന്ന മൂന്നാമത്തെ ഭാഗം. സ്തോത്രം. അതുകൊണ്ട് ആർക്കെങ്കിലും എനിക്കൊരു വെളിപ്പാടുണ്ടായി അത് എഴുതി ബൈബിളിനോട് ചേർക്കാം, ഇല്ല. സ്തോത്രം. അത് പാടില്ല. അപ്പോൾ ഇതാണ് ഈ 18-19 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന താക്കീതിന്റെ അർത്ഥം. ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകാമല്ലോ. എന്തെങ്കിലും
ചോദ്യങ്ങളുണ്ടോ? അഭിപ്രായങ്ങളുണ്ടോ? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നാം 20-21 വാക്യങ്ങളിലേക്ക് തിരിയുന്നു. 20 and 21. He who testifies to these things says, Yes, I am coming soon. Amen. Come, Lord Jesus. The grace of the Lord Jesus be with God's people. Amen. Praise God. 20ാമത്തെ വാക്യം നമുക്കൊക്കെ മനഃപ്പാഠമായ വാക്യമാണ്. Verse 20 is very much familiar and memorized the verse. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇത് സാക്ഷീകരിക്കുന്നവൻ ആരാണെന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ഇത് കർത്താവായ യേശു ഏറ്റവും അവസാനമായി സഭയോട് പറയുന്ന, വിശുദ്ധന്മാരോട് പറയുന്ന കാര്യമാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മൾ ഇതിനോടകം തന്നെ അതിൻ്റെ പല ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഇടയ്ക്ക് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാനിരിക്കുന്നിടത്ത് ഇതിൻ്റെ ഒരു ആവർത്തനവും കൂടെ വരുന്നതായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 9 തവണ 9 times യേശു കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ബിഹോൾഡ് ഐ കം ക്വിക്കലി. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് 9 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അടുത്ത സെഷനിലും നമ്മളത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആ വാക്യങ്ങൾ ആവർത്തിക്കുന്നില്ല. സ്തോത്രം. കർത്താവിന് സഭയോട് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. കർത്താവ് സഭയോട് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യവും ഇത് തന്നെയാണ്. സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. ആ വാഗ്ദത്തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളത് കണ്ടു. വേഗം വരുന്നു. പ്രത്യേകിച്ചെടുത്ത് പറയുന്നു, ഞാന് നിശ്ചയമായും സത്യമായും ഷുവർലി സ്തോത്രം, ഷുവർലി. സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. കർത്താവിന്റെ വാഗ്ദത്തം. സ്തോത്രം. The utmost gift God gives to his people. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ദാനം എന്നൊക്കെ പറയുന്നത് തന്നെ തന്നെയാണ്. He himself is the utmost promise or the utmost gift God gives to his beloved ones. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ദാനം, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കർത്താവ് പറയുക, സഭയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിനേക്കാൾ, എന്തെങ്കിലുമൊക്കെ തരാമെന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് പറയുന്നത്, ഞാൻ അങ്ങ് വരിക. എന്തിനാ കർത്താവ് വരുന്നത് നമുക്കറിയാം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അക്കാര്യം നേരിട്ട് യോഹന്നാൻ 14:3 പറഞ്ഞിട്ടുണ്ട്. എന്തിനാ കർത്താവ് വരുന്നത്? സ്തോത്രം. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ.
സഭയെ തന്നോട് ചേർക്കുവാൻ. ടു ടേക്ക് ദ ചർച്ച് അൺടു ഹിംസെൽഫ്. ക്രൈസ്റ്റ് ഈസ് കമ്മിങ്. സ്തോത്രം. എബ്രായർ 9:28, 9:28 ഹീബ്രൂസ്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. സ്തോത്രം. നമ്മൾ പല പ്രാവശ്യം വ്യാഖ്യാനിച്ചിട്ടുള്ള ഭാഗമാണ്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, മാനിഫെസ്റ്റേഷൻ. യേശുവിന്റെ പ്രത്യക്ഷത. ഒന്നാമത്തെ പ്രത്യക്ഷത നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അത് കർത്താവ് ചെയ്തു. 1 പത്രോസ് 2:24 പറയുന്നു, യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ഇതാണ് എബ്രായർ 9:28 ഒന്നാം ഭാഗം. യേശുവിന്റെ ഒന്നാം പ്രത്യക്ഷത നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്നതിന് വേണ്ടിയായിരുന്നു. യേശു അത് തൻ്റെ വരവിൽ ചെയ്തു. എബ്രായർ മൊത്തമുണ്ട്. എബ്രായർ 13-ാം അധ്യായത്തിലും നമ്മത് കാണുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയ കാര്യം. സ്തോത്രം. എന്നാൽ ഇനിയും അടുത്ത ഒരു പ്രത്യക്ഷതയുണ്ട്. രണ്ടാമതും പ്രത്യക്ഷനാകും. പക്ഷേ അന്ന് എന്തിനു വേണ്ടിയല്ല പ്രത്യക്ഷനാകുന്നത്? ഒന്നാമത്തെ പ്രത്യക്ഷതയിലേതുപോലെ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ടു പോകാനല്ല. മലയാളത്തിലെ ആ വ്യാഖ്യാനം അത്ര പോരാ. വ്യാഖ്യാനമല്ല, തർജ്ജമ. The first manifestation of Jesus Christ was to take away the human sins. He did so when he came to this world some 2000 years back. Hebrews 13 and also 1 Peter 2:24. Jesus bore our sins upon his body and he went on to the cross. But now, the second time he comes, he manifests. It's not to take away human sins, but to take away the sins who are anticipating his manifestation. തനിക്കായി രണ്ടാമത്തെ പ്രാവശ്യം ഇനി പ്രത്യക്ഷനാകുന്നത് നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കാൻ വേണ്ടിയല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ്. സ്തോത്രം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അതിനാണ് യേശു ഇവിടെ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു. പാപങ്ങളെ ചുമന്നൊഴിക്കാനല്ല, ഇവിടെ ദൈവത്തിൻ്റെ സഭയെ അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധന്മാരെ തന്നോട് ചേർക്കുവാൻ. സ്തോത്രം. ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്, അല്ലെങ്കിൽ നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ അടുക്കൽ. സ്തോത്രം. യോഹന്നാൻ 14:3 ഒന്ന് വായിച്ചോളൂ.
പരിചയം ഞാൻ മനപ്പാടമാണ്. യാ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ പ്രയോഗം വളരെ ഹൃദ്യമാണ്, വളരെ മാധുര്യമേറിയതാണ്. സ്തോത്രം. I will take you to myself, that where I am, you may also be. I will take you to myself. സ്തോത്രം. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുതന്നെയാണ് പൗലോസ് ശ്ലീഹ എഫേസ് ലേഖനം 5-ാമത്തെ അധ്യായത്തിലും പറയുന്നത്. സ്തോത്രം. 25, 26, 27 വാക്യങ്ങളിൽ നമ്മളതാണല്ലോ കാണുന്നത്. സ്തോത്രം. Christ gave himself up for the church, that verse 27 says he might present the church to himself in glorious splendor. മലയാളത്തിലും 27 അല്ലേ? സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. കണ്ടോ? തനിക്കു തന്നെ സഭയെ തേജസ്സോടെ മുൻനിർത്തുക. ഇതിനു വേണ്ടിയാണ് യേശു വരുന്നത്. സ്തോത്രം. പ്രതിഫല വിഭജനത്തെക്കാൾ അധികം നമുക്ക് പ്രാധാന്യം നൽകേണ്ടത് ഈ വിഷയത്തിനാണ്. എന്നെ തന്നോട് ചേർക്കാൻ. അതിനേക്കാൾ വലിയൊരു വിഷയം വേറെ ഇല്ല. നമ്മളത് കണ്ടിട്ടുണ്ട്. So this is the last promise Christ gives to his church. Behold, I come quickly. Now comes the response of the church or the saints. വിശുദ്ധന്മാരുടെ പ്രതികരണമാണ് പിന്നീട്. അപ്പോൾ യോഹന്നാൻ സഭയുടെ പ്രതിനിധിയായിട്ട് പറയുകയാണ്, ആമേൻ. സ്തോത്രം. ആമേൻ. ആമേന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. സ്തോത്രം. അങ്ങനെ തന്നെ. യാ ആമേൻ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. അപ്പോൾ സഭ പറയുന്നു ആമേൻ എന്ന് വെച്ചാൽ, കർത്താവേ അങ്ങ് പറഞ്ഞതുപോലെ വേഗത്തിൽ വരയണമേ. സ്തോത്രം. അങ്ങ് പറഞ്ഞതുപോലെ വേഗത്തിൽ വരയണമേ. സ്തോത്രം. അതാണ് ആമീന്റെ അർത്ഥം. സ്തോത്രം. ഇന്ന് നമ്മൾ ആമീൻ എന്ന പദമൊന്നും അങ്ങനെ കേൾക്കാറില്ല. ഐമേൻ ഐമേൻ എന്നൊക്കെ കേൾക്കുന്നത്. ശരിയായിട്ട് പറഞ്ഞാൽ ആമീൻ എന്ന് തന്നെയാ കേട്ടോ. ആമീൻ. ആമേൻ എന്ന് പോലും പറയേണ്ടതില്ല. ആമീൻ എന്ന് തന്നെയാണ് ഒറിജിനലി. സ്തോത്രം. ആമീൻ. AM ലോങ് EN ആണ് മൂലഭാഷയിൽ. AM ലോങ് E ആണ്, പക്ഷെ അത് ലോങ് ഇ. ആമേൻ. ആമീൻ. സ്തോത്രം. എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും മലയാളത്തിലും എല്ലാം അത് തന്നെയാണ്. ആമീനും ഹല്ലേലൂയായും എല്ലാ ഭാഷയിലും ഒന്ന് തന്നെയാണ്. സ്തോത്രം. ഒന്ന് തന്നെയാണ്. സ്തോത്രം. ഡ്യൂട്ടണോമി, ആവർത്തന പുസ്തകം 7:9. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു.
ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണോ? Know therefore that the Lord thy God, he is God, the faithful God, which keepeth covenant and mercy with them that love him and keep his commandments to 1,000 generations. അവിടെ ഫെയ്ത്ത്ഫുൾ അല്ലേ? അവിടെ നമ്മൾ കാണുന്നത് അതെ. യാ വിശ്വസ്തത മലയാളത്തിൽ എങ്ങനെയായിരുന്നു? വിശ്വസ്തത കാക്കുന്ന ദൈവമാണ്. നിയമവും ദയയും പാലിക്കുന്നു. പാലിക്കുന്ന ദൈവം. അതിനവിടെ കൊടുത്തിരിക്കുന്ന പദമാണ് ദ ആമേൻ. അവിടെ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ദ ആമേൻ. അവിടെ വിശ്വസ്തനെന്ന് നിയമവും ദയയും പാലിക്കുന്ന ദൈവം, അതിന് അവിടെ കൊടുത്തിരിക്കുന്ന മൂലപദമാണ് ആമേൻ, ദ ഗാഡ് ഓഫ് ആമേൻ. അങ്ങനെ തന്നെ വിശ്വസ്തത പാലിക്കുന്ന ദൈവം. യെശയ്യാവ് 49:7 കൂടെ നോക്കിക്കോ. 49:7 ഐശയ്യ. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരമുള്ള ചെയ്യുന്നു, വിശ്വസ്തനായ യഹോവ നിമിത്തവും. ഈ വിശ്വസ്തനായ യഹോവ, അവിടെയും വിശ്വസ്തൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ദ ആമീൻ എന്നുള്ള പദമാണ്. അതുപോലെ തന്നെ യെശയ്യാവ് തന്നെ 65:16 65:16 Whoever invokes a blessing in the land will do so by the God of truth. He who ഗോഡ് ഓഫ് keeps- ട്രൂത്ത്. അവിടെ ഗോഡ് ഓഫ് ട്രൂത്ത് മലയാളത്തിൽ സത്യദൈവമോ? സത്യദൈവം. സത്യദൈവം. ഇവിടെ എല്ലാം ദൈവത്തിന്റെ പേരായിട്ടാണ് ദ ആമീൻ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം, ദ ആമീൻ. അപ്പം ഇവിടെ എല്ലാം ആമീൻ, വിശ്വസ്തത, സത്യസന്ധത, പറഞ്ഞതുപോലെ തന്നെ, ഷ്യൂവർറ്റി, ഉറപ്പ് നൽകുന്ന സ്ഥിതി, ഷ്യൂർ, അതെ അങ്ങനെ തന്നെ, പറഞ്ഞതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല എന്നുള്ളതിനാണ് ഈ ആമീൻ. വേറെയും ചില വാക്യങ്ങൾ ഇനി വായിക്കുന്നില്ല. സങ്കീർത്തനം 19:7, സാംസ് 19:7, 111:7, 111:7, 111:7, അതുപോലെ ഹോശയ 5:9, ഹോശേ 5:9, ഐശയ 33:16, 33:16, 55:3, 55:3. അപ്പം ഇവിടുത്തെ അർത്ഥം നമ്മൾ കണ്ടായിരുന്നല്ലോ. യേശുക്രിസ്തുവിന്റെ പേരും എന്തായിരുന്നു? ആമീൻ എന്ന് പേരുള്ളവൻ. 3:14 വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളെ കാര്യം പഠിച്ചതാ. അപ്പൊ ക്രിസ്തുവിനും ആമീൻ എന്ന് പേരുണ്ട്. നമ്മളിപ്പോ പഴയ നിയമത്തിൽ വായിച്ചതൊക്കെ അതിന്റെ അർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്നു. മൂലപദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആമീൻ എന്ന അർത്ഥത്തില. അപ്പോൾ ഇവിടെയും ആമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം, അങ്ങനെ തന്നെ ഉറപ്പോടുകൂടെ. നമ്മൾ മലയാളം ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ട്രൂലി ട്രൂലി. പഴയ വേർഷൻസിൽ
വെരിലി, വെരിലി, അഷ്വേർഡ്ലി എന്നർത്ഥമാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞതിന് ആമീൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം കർത്താവേ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വേഗം വരണേന്ന. ഈ വിഷയത്തിലും നമ്മുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ട്. ചിലർ പറയുന്നത് ആമീൻ കർത്താവേ, നമ്മുടെ യോഗമൊക്കെ തീരുമ്പോഴേ നമ്മൾ പറയുന്നത് ആമീൻ കർത്താവേ. ചിലര് വേഗം വരണേ എന്ന് പറയും, ചിലർ പറയും വേഗം വരണേ എന്ന് പറയരുതെന്ന്. കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആമീൻ കർത്താവേ, ആമീൻ കർത്താവേ വരണേന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വേഗം വരണമേ എന്ന് പറയരുത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഇവിടെ യേശു കർത്താവ് പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു. അതിനാണ് യോഹന്നാൻ അല്ലെങ്കിൽ സഭ ആമീൻ പറഞ്ഞത്. അപ്പോൾ ആ ആമീനകത്ത് തന്നെ എന്തുണ്ട്? വേഗം വരണമേ എന്നുണ്ട്. അത് കൂടാതെയാണ് വീണ്ടും എടുത്തു പറഞ്ഞത് കർത്താവേ വരേണമേ. സ്തോത്രം. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന. സ്തോത്രം. കർത്താവിൻ്റെ വരവിനായിട്ടുള്ള പ്രാർത്ഥന. ദൈവസഭയുടെ ഏറ്റവും വലിയ ഒരുക്കം കർത്താവിൻ്റെ വരവിനായുള്ള ഒരുക്കമാണ്. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ടുള്ള പ്രത്യാശയാണ്. ദൈവസഭയുടെ ഏറ്റവും വലിയ സന്തോഷം ഇത് തന്നെയാണ്, മറ്റൊന്നുമല്ല. സ്തോത്രം. ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഏറ്റവും വലിയ പ്രത്യാശ, പ്രാർത്ഥന, ആഗ്രഹം എല്ലാം ഈ കർത്താവിൻ്റെ വരവിൽ അധിഷ്ഠിതമാണ്. നാമും അതുകൊണ്ട് ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ വേഗം വരണമേ. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് അങ്ങയുടെ സഭയെ ചേർക്കണമേ. പാപം നിറഞ്ഞ ലോകം, പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകം. സ്തോത്രം. എബ്രായർ 11 നമ്മൾ വായിക്കുന്നത് പോലെ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പാട്ടുകാരൻ പാടുന്നുണ്ട്, യോഗ്യമല്ലാത്ത ഈ ലോകത്തേറുന്ന മാലിന്യങ്ങൾ. കർത്താവേ, മാലിന്യമേറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന്, പാപത്തിന്റെ വലിയ തിരത്തള്ളലുണ്ടാകുന്ന ലോകത്തിൽ നിന്ന് ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ ചേർക്കണമേ. അതിനായിട്ട് അങ്ങ് വേഗം വരേണമേ. അത് നമ്മുടെ ആഗ്രഹമാകട്ടെ. ഇതിനേക്കാൾ വലിയൊരു ആഗ്രഹം നമ്മിൽ ഉണ്ടാകരുത്. സ്തോത്രം. ഇന്ന് എൻ്റെ കല്യാണമാ. ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നടുക്കുമ്പോഴും എനിക്ക് വേണ്ടി മണവാട്ടി അതിസുന്ദരിയായി ഒരുങ്ങി വന്നിരിക്കുമ്പോഴും എൻ്റെ ആഗ്രഹം, എൻ്റെ കല്യാണം, ഈ മണവാട്ടിപ്പെണ്ണുമായുള്ള എൻ്റെ വിവാഹത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കേണ്ടത് ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയായിരിക്കണം. സ്തോത്രം. ആ ഒരു ആഗ്രഹം നമ്മിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം, നമുക്കത് വളർത്തിയെടുക്കാം. സ്തോത്രം. എന്നിട്ട് പറയുന്നു ഏറ്റവും ഒടുവിലായിട്ട്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ. കൃപയുടെയും അർത്ഥം നമുക്കറിയാമല്ലോ. സ്തോത്രം. വരുന്ന ദിവസങ്ങളിലും ആ കൃപയുടെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നമുക്ക് അവസരമുണ്ട് എന്നതുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ തിരിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടം കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം നിർത്താം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ നമുക്ക് ഇത്രയും നാളുകൾ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 600-ൽ പരം ദിവസങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. 603. സ്തോത്രം. ഇടയ്ക്ക് ആബ്സെൻ്റ് ഒക്കെ ആയതും കൂടെയൊക്കെ ചേർത്താൽ കുറെ കൂടെ ആകും.
എന്നാലും നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സുകൾ മാത്രം എടുത്തത് ഏതാണ്ട് ഇത്രയും ദിവസങ്ങളിലെ ക്ലാസ്സുകൾ എല്ലാം കൂടെ ഒന്ന് ഏറ്റവും ക്രോഡീകരിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു അന്തസത്ത നമുക്ക് നാളെ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആശിക്കുന്നു. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. സമയം നമ്മുടേത് തീർന്ന് 2 മിനിറ്റ് മുമ്പോട്ട് പോയി എങ്കിലും